ഹലോ, ഇന്ന് വൈകുന്നേരത്ത് കുട്ടികളെല്ലാവരും കൂടി അമ്മയുടെ കൂടെ ഒന്ന് കളിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു അതിനും എൻ്റെ അമ്മ എവിടെയെന്ന്. അമ്മ അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ അതിനും. അപ്പോൾ എന്താ ഉണ്ടാക്കണം നോക്കാൻ വേണ്ടി അടുക്കളയിൽ പോയേക്കുമ്പോൾ കുഞ്ഞാത്ത അവിടെ ബ്രെഡൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. യൂട്യൂബിൽ കണ്ടിട്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ടാക്കുക കേട്ടോ. പേരൊന്നും അറിയില്ലേ, ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. ബ്രെഡും മുട്ടയും ഒക്കെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞാത്ത പറഞ്ഞു ഞാനിത് പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ പിന്നെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്, നമുക്കിത് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനും ഹെൽപ്പ് ചെയ്യാമെന്ന്. ബ്രെഡ് ചൂടായതുകൊണ്ട് ചട്ടിയിൽ നിന്ന് എടുത്തിടാൻ പറ്റാത്തതുകൊണ്ട് ചട്ടക്ക് എടുക്കാൻ പോയതാട്ടോ കുഞ്ഞാത്ത. പക്ഷേ കുഞ്ഞാത്ത വന്നപ്പോഴേക്കും ഞാൻ 2-3 കൈ കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ചൂടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഒരു പ്രഹസനം. അങ്ങനെ എന്താ കുഞ്ഞാത്ത ചട്ടകം വെച്ചിട്ട് എടുത്തിട്ട് എന്നിട്ട് ഞാനിങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ചൂടാക്കാൻ കുഞ്ഞാത്തത് കട്ട് ചെയ്തിട്ടോ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞാത്ത ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തിട്ട് കേട്ടോ. ഞാൻ അപ്പുറത്ത് നിന്നിട്ട് ബ്രെഡ് ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ ബ്രെഡ് കട്ട് ചെയ്യുക, ഒരാൾ ബ്രെഡ് ചൂടാക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. രണ്ടും കൂടി ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ തീരുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ബ്രെഡൊക്കെ കട്ട് ചെയ്ത് കഴിയാറായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബ്രെഡ് കട്ട് ചെയ്യൽ തീരാറായപ്പോൾ കുഞ്ഞാത്ത ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചട്ടി വെച്ചു, എണ്ണ ചൂടായപ്പോൾ അതിക്ക് വലിയ ജീരകം ഇട്ടു. വലിയ ജീരകം ഒന്ന് സെറ്റായപ്പോൾ അതിക്ക് വെളുത്തുള്ളി അല്ലി ഒരു 5-6 അല്ലിയൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതൊക്കെ പൊട്ടി സെറ്റായി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിക്ക് വലിയ ഉള്ളി ഇട്ടു കേട്ടോ. വലിയ ഉള്ളി 2 ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു പാക്കറ്റ് ബ്രെഡ്ക്ക്. മസാല തോനെ വേണമെങ്കിൽ തോനെ ഉള്ളി ഇടാം. ഞങ്ങൾക്ക് കുറച്ച് മസാല മതി, കുട്ടികളൊക്കെ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ കുറച്ച് മസാല ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 മീഡിയം സൈസ് ഉള്ളി എടുത്തു. ഇനി നന്നായിട്ട് വാടണം കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ടോ. ഉള്ളി വാട്ടുമ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വാടുന്നിട്ട് പറയാം. തക്കാളി പാത്രത്തിൽ അരിഞ്ഞിട്ട് ആ പാത്രം കഴുകാനാവുന്ന കൊണ്ട് കുഞ്ഞാത്ത തക്കാളി ചട്ടിക്കരിഞ്ഞ് അരിഞ്ഞിടുക കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞാത്തോണ്ട് പറഞ്ഞു പാത്രത്തിൽ അരിഞ്ഞിട്ടാൽ മതിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ അരിയുള്ളൂ, എനിക്ക് പാത്രം കഴുകാൻ മടിയാണ് കേട്ടോ. തക്കാളി നന്നായിട്ട് വേവണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തക്കാളിയുടെ ഫ്ലേവർ അങ്ങോട്ട് കിട്ടണം മസാലയിൽ. അങ്ങനെ തക്കാളി ഏകദേശം വെന്ത് റെഡി ആയപ്പോഴേക്കും മസാലപ്പൊടികളൊക്കെ സെറ്റാക്കി കേട്ടോ. ആദ്യം തന്നെ ചിക്കൻ മസാലപ്പൊടി ഇട്ടു, പിന്നെ ഗരം മസാല ഇട്ടു. അപ്പോഴേക്ക് മോൾ എന്താ ഇവിടെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബ്രെഡ് ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രെഡ് കട്ട് ചെയ്യുന്ന ഡ്യൂട്ടി അപ്പോഴേക്കും എനിക്കായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും കുഞ്ഞാത്തതിൽ മല്ലിച്ചപ്പും പൊതിനി ഇട്ടിട്ടുണ്ട്. ഞാൻ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചത് മോളി വീഡിയോ എടുക്കാൻ പോയപ്പോൾ കുഞ്ഞാത്ത മല്ലിച്ചപ്പ് ചട്ടിക്ക് അരിഞ്ഞിട്ടിരിക്കണം കേട്ടോ. ഇവിടെ എന്നോട് പറയുകയാണെങ്കിൽ ഞാനത് ഇട്ടുവെന്ന്. പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടോ ഇതിക്ക്. ഈ മസാല നന്നായിട്ട് ഇങ്ങനെ ആ എണ്ണയിൽ കിടന്നിങ്ങനെ മൂത്ത് വെന്ത് കഴിഞ്ഞാലായിട്ട് അതിലേക്ക് മുട്ട ഒഴിക്കുക. മുട്ട പാത്രത്തിൽ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട ഞങ്ങൾ 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം. മുട്ട തോനെ വേണ്ടവർക്ക് മുട്ട തോനെ എടുക്കാം. പിന്നെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വെന്ത് കഴിഞ്ഞാലടുത്തേക്ക് മുട്ട ഒഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പാത്രത്തിൽ സെറ്റാക്കി വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ട വെന്തിട്ട് വേണം ഇതിലേക്ക് ബ്രെഡ് ഇടാൻ. ഇതെല്ലാം കൂട്ടി മിക്സ് ചെയ്യുക. അങ്ങനെ കേട്ടോ സംഭവം. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. കുഞ്ഞാത്ത പറഞ്ഞാൽ കുഞ്ഞാത്ത ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. രാവിലെ ചായക്കടിക്കൊന്നും ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുഞ്ഞാത്ത ഉണ്ടാക്കാറുണ്ട് ഇത്ര. അതിനും അയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് കുഞ്ഞാത്ത പറഞ്ഞത്. ഇങ്ങനെ ഉണ്ട് നോക്കാമല്ലോ, എന്നാൽ പിന്നെ എനിക്കും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാമല്ലോ. ഒരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കേട്ടോ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എളുപ്പമുള്ള സാധനമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട കേട്ടോ. എന്താ മുട്ട വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇനി ബ്രെഡ് ഇടട്ടോ. ഫുള്ള് വേവരുത്, ഒരു പകുതി വേവാകുമ്പോൾ ബ്രെഡ് ഇടണം. എന്നാലുള്ളൂ ഇത്ര ഇതിങ്ങനെ ഇളക്കി വരുമ്പോൾ പിന്നെ മുട്ടയുടെ ഫ്ലേവറും ബ്രെഡിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി ഒന്ന് സെറ്റാവുക. മുട്ട വെന്തിട്ടിട്ട് കഴിഞ്ഞാൽ സെറ്റാവില്ല എന്നാണ് കുഞ്ഞാത്ത പറഞ്ഞത്. അങ്ങനത്തെ കുഞ്ഞാത്ത ഒരു പകുതി വേവൊക്കെ ആയപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞാത്തേക്ക് ബ്രെഡ് ഇട്ടു കേട്ടോ. ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി വെച്ച ബ്രെഡ് അതിലേക്ക് ഇട്ടു. പിന്നെ അതിട്ടിട്ട് പിന്നെ ഇങ്ങനെ ഇളക്കി സെറ്റാക്കി റെഡിയാക്കി കേട്ടോ. അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് ഉമ്മാൻ്റെയും ഇളയമ്മാൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അന്നയുടെയൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കുക കേട്ടോ. അമ്മായിയൊക്കെ ഉണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രെഡ് ഫുള്ളേക്ക് ഇട്ടു. ഇനി ബ്രെഡ് ഇളക്കി ഇനി ആ ഒരു മുട്ടൻ്റെ ഫ്ലേവറും മസാലയുടെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് പിടിക്കണം കേട്ടോ. എന്നാലും ഇത്ര ടേസ്റ്റ് ഉണ്ടാവുക. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു മസാല കുറവായോ എന്ന്. പിന്നെ ഇളക്കി റെഡിയാക്കിയപ്പോൾ മസാല സെറ്റ് ചെയ്തു കേട്ടോ. കറക്റ്റ് മസാലയായിരുന്നു. തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവർക്കും ഇതാ പാത്രത്തിലൊക്കെ വിളമ്പി ഹാളിൽ കൊണ്ടുപോയി വെച്ചിട്ട് നിലത്ത് വെച്ചിട്ടായിട്ടിരുന്ന് കഴിച്ചത്. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നിലത്ത് വെച്ചിരുന്ന് കഴിച്ചാൽ എത്തുള്ളൂ. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന കുട്ടികൾക്കൊന്നും എത്തൂല കേട്ടോ. അപ്പോൾ നിലത്താകുമ്പോൾ പിന്നെ നേരങ്ങത്തിലിരുന്ന് കഴിക്കാമല്ലോ. അങ്ങനെ എന്താ എല്ലാവരും ഇരുന്ന് കഴിച്ചു.
അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇന്നത്തെ വിശേഷം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ.